നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പവർ ഇലക്ട്രോണിക്സിൻ്റെ. പണ്ടൊക്കെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ച് വലിയ സൈസും അതുപോലെ തന്നെ എടുത്താൽ പൊങ്ങാത്ത വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇന്ന് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ UPS ആൻഡ് ഇൻവേർട്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരുപക്ഷെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടുകളിലെ ഇൻവേർട്ടർ എന്ന് പറയുന്നത് വലിയ ബൾക്കി ആയിട്ടുള്ള ബാറ്ററി, അതിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാറ്ററി വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നു, ലീക്ക് വരുന്നു, അതിൻ്റെ ടെർമിനലൊക്കെ ക്ലാവ് പിടിക്കുന്നു, അങ്ങനെ ആകപ്പാടെ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇൻവേർട്ടർ ആയിരുന്നെങ്കിൽ ഇന്ന് കഥ അപ്പാടെ മാറി. ഇന്ന് ഭിത്തിയിൽ ഉറപ്പിക്കാവുന്ന, കൊണ്ടു നടക്കാൻ പറ്റുന്ന, എന്നാൽ പഴയതിനെക്കാട്ടിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവേർട്ടർ ഡിസൈനുകൾ ഇന്ന് വിപണിയിൽ വന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ മൺസൂണും തുലാവർഷമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ പവർ ഫെയിലിയർ നിത്യസംഭവം. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ നമ്മുടെ ഇൻവേർട്ടർ ഇൻഡസ്ട്രിയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പം ഒരു 10 വീടുകൾ എടുത്താൽ അതിലൊരു 3-4 വീട്ടിലെങ്കിലും ഇൻവേർട്ടർ കാണാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇൻവേർട്ടറിനെ UPSനെയും പറ്റിയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ അറിവുകളാണ്. അപ്പോൾ അതിൽ ഒരു സാധാരണക്കാരന് തോന്നാൻ ചാൻസ് ഉള്ള, എന്നാൽ നമുക്കങ്ങനെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മറുപടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഈ UPSും ഇൻവേർട്ടറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇൻവേർട്ടർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ UPS മാറ്റാവോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? പിന്നെ സ്ക്വയർ വേവ് ഇൻവേർട്ടർ ഉണ്ട്, സൈൻ വേവ് ഇൻവേർട്ടർ ഉണ്ട്, മോഡിഫൈഡ് സൈൻ വേവ് ഉണ്ട്. ഏതാണ് ബെറ്റർ? ഇനി നമ്മൾ പുതിയ വീട്ടിലേക്ക് ഒരു ഇൻവേർട്ടർ എടുക്കുകയാണെങ്കിൽ ട്യൂബുലർ ബാറ്ററി വേണോ, SMF വേണോ, അതോ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ലിഥിയം ബേസ് ചെയ്തിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻവേർട്ടർ സെലക്ട് ചെയ്യണോ? ഇനി ഇൻവേർട്ടറിൻ്റെ ഈ ബാറ്ററി ലൈഫ് കൂട്ടാൻ എന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ? ഇനി നമ്മൾ വീട്ടിലേക്ക് ഒരു ഇൻവേർട്ടർ വാങ്ങുവാണെങ്കിൽ എങ്ങനെയാണ് ലോഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇൻവേർട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുന്നത്? അപ്പോൾ ഒരു ഇൻവേർട്ടറിനെയോ UPSനെയോ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും വളരെ ടെക്നിക്കലായിട്ട് തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോകളൊക്കെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു, എന്താണ് ഒരു UPSും ഒരു ഇൻവേർട്ടറും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UPS എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ്. അതായത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മിഷന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ ഷോർട്ട് ടൈമിലേക്ക് പവർ ഡെലിവറി ചെയ്യുന്ന സിസ്റ്റമാണ് UPSൻ്റെ. അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഒരു പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ 10 മില്ലി സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് എന്ത് ചെയ്യും, ചേഞ്ച് ഓവർ സംഭവിക്കും. അപ്പോൾ അത് കാരണം റീസ്റ്റാർട്ട് ആവാൻ പാടില്ല. എന്നാൽ ഒരു ഇൻവേർട്ടറിനെ സംബന്ധിച്ചിടത്തോളം 10 മില്ലി സെക്കൻഡിന് മേളിൽ 10-നും 50 മില്ലി സെക്കൻഡിനൊക്കെ ഇടയ്ക്കായിരിക്കും അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഓൺലൈൻ UPSും ഉണ്ട്, ഓഫ്ലൈൻ UPSും ഉണ്ട്. അപ്പോൾ ഓൺലൈൻ UPS എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നു, എന്നിട്ട് ആ ബാറ്ററിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, AC ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള സർക്യൂട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഓൺലൈൻ UPS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്ഫർ ടൈം, അഥവാ നമ്മുടെ ഈ പറയുന്ന മെയിനിൽ നിന്ന് ബാറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം 0 മില്ലി സെക്കൻഡാണ്. അതായത് പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കംപ്ലീറ്റ്ലി ബാറ്ററി ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിസൈനാണ് ഓൺലൈനിൻ്റെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർക്യൂട്ടറി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിരിക്കും, നല്ല കോസ്റ്റ്ലിയും ആയിരിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റർ, ക്രിട്ടിക്കലായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ഓഡിയോ റെക്കോർഡിംഗ് കൺസോളുകൾ. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനുകളിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഡിലേ അവിടെ ഉണ്ടാവാൻ പാടില്ല. അഥവാ ഒരു ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ആ ഡിലേ ഉണ്ടാകുന്ന സമയത്താണ് ഒരു സ്പൈക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സർജിൻ്റെ പ്രശ്നങ്ങൾ അവിടെ വരുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം റീബൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഓൺലൈനാണ് ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് ഓഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ടക്ക് നോയ്സ് കൃത്യമായിട്ട് ഓഫ്ലൈൻ UPS ആണെങ്കിൽ കേൾക്കാൻ പറ്റും. അപ്പം ഓൺലൈൻ UPS കണ്ടിന്യൂസ് ആയിട്ട് പവർ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഓൺലൈൻ UPSൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അവിടെ ഒരു ട്രാൻസ്ഫർ ടൈം ഇല്ല, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. എന്നാൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന് കംപ്ലീറ്റ് എനർജി എടുക്കുന്നുള്ളതുകൊണ്ട് ബാറ്ററിയുടെ ആയുസ് ഒരു അല്പം കുറവായിരിക്കും, നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ നമുക്കറിയാലോ, ഇത്രയും ഒരു എനർജി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ സ്പേസ്, വലിയ ട്രാൻസ്ഫോമറുകൾ, അതുപോലെ സ്വിച്ചിങ് സർക്യൂട്ട്, ഇതെല്ലാം വേണ്ടി വരും. ഇനി ഓഫ്ലൈൻ UPS എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ PC ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഓഫ്ലൈനാണ് ഏറ്റവും നല്ലത്. കാരണം അധികം കോസ്റ്റ് വരത്തില്ല. ഒരു 10,000-4,000 രൂപ താഴെ നിൽക്കുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള UPS അവിടെ നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കറണ്ട് പോകുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് ഈ എനർജി DC AC ആക്കി മാറ്റുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിലേ അവിടെ ഉണ്ട്. പിന്നെ കറണ്ട് വരുമ്പോൾ നേരിട്ട് മെയിനുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ പവർ ഉള്ളപ്പം നേരെ പവറിൽ നിന്ന്, അതായത് മെയിൻ AC-യിൽ നിന്ന് എടുക്കുക, അല്ലാത്തപ്പോൾ മാത്രം ഇൻവെർട്ടർ വർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് ചിലപ്പം കൂടുതലായിരിക്കും, അത് എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല. ഇതിൽ തന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, ലൈൻ ഇൻട്രാക്റ്റീവ് UPS എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റെബിലൈസർ കാണും. എന്തെങ്കിലും കാരണവശാൽ വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തെ ട്രാൻസ്ഫോമറിൻ്റെ വിവിധ തരത്തിലുള്ള ടാപ്പിംഗ് വഴി ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ UPS-ഉം ലൈൻ ഇൻട്രാക്റ്റീവ് ആണ്. ഇനി നിങ്ങളുടെ വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ആ ഇൻവെർട്ടറിൽ നിന്ന് നേരിട്ട് തന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് പവർ ഓഫ് സംഭവിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സ്വിച്ചിങ് ടൈം അത് അല്പം കൂടുതലായിരിക്കും ഇൻവെർട്ടറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ വീട്ടിലുള്ള പലതരത്തിലുള്ള ലോഡുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലോഡ് പ്ലഗ് കുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഈ ഇൻവെർട്ടർ ഒന്ന് ഓഫായിട്ട് വീണ്ടും ഓൺ ആവും. ആ സമയം നമ്മുടെ സിസ്റ്റം റീബൂട്ട് ആവും, ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാനും അത് മതി. ഇനി അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ട്രാൻസ്ഫർ ടൈം വളരെ കൂടുതലായിട്ടുണ്ട്. മിക്കപ്പോഴും കേസിൽ ഇത് റീസ്റ്റാർട്ട് ആവുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ UPS വയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും സേഫ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ വൈഡ് UPS എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ UPS എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് സ്വിച്ച് തിരിച്ചിടുക. വൈഡ് UPS എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വോൾട്ടേജ് വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ നോക്കത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പവർ ഉള്ള സമയത്ത് നേരിട്ട് പവർ ലൈനിൽ നിന്ന് എടുക്കും, പവർ പോകുന്ന സമയത്ത് ഇത്ര ഡിലേ അവിടെ കാണും. അത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ കമ്പ്യൂട്ടറിന് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ UPS മോഡിലേക്ക് ഇട്ടിട്ട് സ്വിച്ച് ചെയ്യുക. അതാകുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്വിച്ചിങ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഇനി നമ്മൾ UPS-ൻ്റെ ഇൻവെർട്ടറിൻ്റെ ഒക്കെ ടെക്നോളജി എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വേരിയൻറ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്ക്വയർ വേവ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി, ഇപ്പം നിലവിൽ ഇല്ല. വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് ലഭ്യമാകും. പക്ഷേ സ്ക്വയർ വേവിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഹാർമോണിക്സ്, പ്രത്യേകിച്ച് നമ്മുടെ മോട്ടറുകൾ, അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഫാൻ. ഇപ്പോഴത്തെ BLDC ഫാൻ ഉണ്ടാവത്തില്ലായിരിക്കാം, പക്ഷേ പഴയ രീതിയിലുള്ള ഫാനുകൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെക്കാനിക്കലായിട്ടുള്ള ഡിവൈസൊക്കെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ അരോചകമായിട്ടുള്ള നോയ്സ് ഉണ്ടാവും. അതുപോലെ ഇത് നമുക്കൊരു സ്റ്റുഡിയോ എക്യുപ്മെൻറ്റ്സിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം സ്ക്വയർ വേവിന് വളരെയധികം ഹാർമോണിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോയ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ സ്പീക്കറിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ ആയുസ് കുറയ്ക്കാനും ഡാറ്റ ട്രാൻസ്മിഷനിലൊക്കെ എറർ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. സ്ക്വയർ വേവിൻ്റെ അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പാർക്കിംഗ് ഉണ്ടാവും. കാരണം സട്ടനായിട്ട് നമ്മുടെ പോസിറ്റീവിൽ നിന്ന് 0-യിലേക്ക് പോകുന്നു, അവിടെ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും ഷാർപ്പായിട്ടുള്ളൊരു ട്രാൻസിഷൻ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും ഓൺ ചെയ്യുമ്പോഴും ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് സ്പാർക്ക് ഉണ്ടാക്കാനും നമ്മുടെ സ്വിച്ചുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കേടാക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് അത്ര ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് നല്ലതല്ല. എന്നാൽ റെസിസ്റ്റീവ് ടൈപ്പ് ലോഡുകൾ എന്തെങ്കിലും ചൂടാക്കാനോ അല്ലെങ്കിൽ പണ്ടത്തെ ഫിലമെൻറ്റ് ലാമ്പുകളൊക്കെ ആണെങ്കിൽ ഇത് അത്ര നോട്ടീസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ അത് ഇല്ല, അത് ആരും ഒന്നും ഉപയോഗിക്കാറില്ല. ഇനി അഥവാ നിങ്ങൾ ഇൻവെർട്ടർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്ക്വയർ വേവ് ഇൻവെർട്ടറുകൾ മേടിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ UPS മോഡിഫൈഡ് സൈൻ വേവ് UPS ആണ്. പക്ഷെ അത് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് സ്ക്വയർ വേവിനെ തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി മാറ്റി സൈൻ വേവിന് തുല്യമായിട്ടുള്ള സ്യൂഡോ സൈൻ വേവ് എന്ന് പറയും, ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് സൈൻ വേവ് അല്ല, നല്ല രീതിയിലുള്ള ഫിൽറ്ററിംഗ് ഒന്നും വരുന്നില്ല. നമുക്ക് കറണ്ട് പോയി കഴിയുമ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കറിൽ നിന്ന് നല്ല രീതിയിലുള്ള ആ ഒരു നോയ്സ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം UPS ഇൻഎക്സ്പെൻസീവ് ആക്കാനാണ് ഇങ്ങനത്തെ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. പ്യുവർ സൈൻ വേവ് ആണെങ്കിൽ അതിൻ്റെ ആ ടെക്നോളജിക്ക് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. പക്ഷെ എപ്പോഴും നല്ലത് പ്യുവർ സൈൻ വേവ് തന്നെയാണ്. കാരണം ഹാർമോണിക്സ് ഇല്ല, ഈ പറയുന്ന സ്പാർക്കോ ആർക്കിങ്ങോ ഒന്നും ഉണ്ടാകത്തില്ല, ഡിവൈസിന് ആയുസും കൂടുതൽ കിട്ടും. പിന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മോഡിഫൈഡ് സൈൻ വേവ് UPS ഒക്കെ മേടിക്കുവാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ, അതായത് അതിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ ഒരു കപ്പാസിറ്ററും കൂടെ ഇടാറുണ്ട്. ഈ കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നല്ല രീതിയിലുള്ള ഒരു SMPS ആ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്നെങ്കിൽ ഇതൊന്നും വലിയ രീതിയിൽ ബാധിക്കത്തില്ല. മോഡിഫൈഡ് സൈൻ വേവ് ആണെങ്കിലും പ്രശ്നമൊന്നും വരത്തില്ല. അതായത് ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫിൽറ്ററിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്ക് അത് പോകുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങളൊരു പ്രൊഫഷണൽ ക്വാളിറ്റി, അതായത് ഇപ്പോൾ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ റെക്കോർഡിങ് നടത്തുകയാണ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയാണ്, ഇവിടെയൊക്കെ എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്യുവർ സൈൻ വേവ് തന്നെയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലും ഭിത്തിയിൽ ഉറപ്പിക്കാവുന്ന ടൈപ്പൊക്കെ ഇൻവെർട്ടറുകൾ ലഭ്യമാണ്. അത് മേടിക്കുന്നതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ ആ പഴയ ടെക്നോളജി തന്നെയാണോ നല്ലതെന്നുള്ളത്? അപ്പോൾ ഇതിനൊരു ആൻസർ തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്ററി ടെക്നോളജി നമ്മൾ രണ്ടായിട്ടൊന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ പണ്ടത്തെ ലെഡ് ആസിഡ് ബാറ്ററി.
പിന്നെ ട്യൂബുലാർ ബാറ്ററി, അതുപോലെ തന്നെ SMF. ഇനി അതിൽ രണ്ടാമത്തെ കാറ്റഗറി വരുന്നതാണ് ലിഥിയം അയൺ, ലിഥിയം പോളിമർ, അതുപോലെ തന്നെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ. ഇതിൽ തന്നെ ലെഡ് ആസിഡിൻ്റെ കാര്യം ഏകദേശം കഴിഞ്ഞെന്ന് തന്നെ പറയാം. കാരണം തീർത്തും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അടച്ചിട്ട മുറിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ടെക്നോളജിയാണ് ലെഡ് ആസിഡ്. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ അടപ്പ് തുറന്ന് ബാറ്ററി വാട്ടർ ഒഴിച്ച് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും, അപ്പോൾ നമുക്കിവിടെ ബാറ്ററിയിൽ 12 വോൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ചാർജർ അറ്റ്ലീസ്റ്റ് 14.4 വോൾട്ടെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലെഡ് ഉപയോഗിക്കുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, വളരെ കൊറോസീവായിട്ടുള്ള മെറ്റീരിയൽസാണ് അതിനകത്തുള്ളത്. പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പറയുന്ന ബാറ്ററി വാട്ടർ ലെവൽ നോക്കി ഒഴിക്കുക എന്നുള്ള വലിയൊരു ചടങ്ങ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡാമേജ് ആവുകയും ചെയ്യും. അപ്പോൾ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു തലവേദന തന്നെയാണ് ഈ പറയുന്ന ലെഡ് ആസിഡ് ബാറ്ററിക്ക്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 2.5 തൊട്ട് 5 വർഷം വരെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മളത് നേരെ ബാറ്ററി കടയിലോ അല്ലെങ്കിൽ ആക്രിക്ക് കൊടുക്കാനേ കൊള്ളത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം നമുക്ക് കുറച്ച് ചിക്കിലി കിട്ടും. ഇനി ഇതിൻ്റെ ചാർജ് സൈക്കിൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 ഇഞ്ച് 500 ഇഞ്ചൊക്കെ ഇടയ്ക്കായിരിക്കും. അതായത് അത്രയും സൈക്കിൾ നമുക്ക് ചാർജ് ഡിസ്ചാർജ് സൈക്കിൾ ഉപയോഗിക്കാം അതിനകത്ത്. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള വെർഷനാണ് ട്യൂബുലാർ ബാറ്ററി എന്ന് പറയുന്നത്. ഏകദേശം നമുക്ക് 3 തുടങ്ങി ഒരു 6 വർഷം വരെയൊക്കെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഏകദേശം അത്രയും ലൈഫ് സ്പാൻ നമുക്ക് കിട്ടും. പിന്നെ ചാർജിങ് സൈക്കിൾ നോക്കുവാണെങ്കിൽ ഏകദേശം 1000-ന് മേളിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്യൂബുലാറും ലെഡ് ആസിഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലെഡ് ആസിഡ് ബാറ്ററിക്കകത്ത് ഫ്ലാറ്റായിട്ടുള്ള പ്ലേറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പ്ലേറ്റുകൾ ക്രമേണ ചാർജിങ് ഡിസ്ചാർജിങ് സൈക്കിൾ അനുസരിച്ച് വളയാനും അത് പൊടിഞ്ഞു പോകാനും അത് ബാറ്ററിയുടെ ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കാനും സാധ്യത കൂടുതല. എന്നാൽ ട്യൂബുലാർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേറ്റുകൾ തമ്മിൽ പ്രത്യേക രീതിയിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ട്യൂബിൻ്റെ ആകൃതിയിലുള്ള പ്ലേറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേറ്റുകൾ തമ്മിലാണ് ഇൻ്റർകണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്ലേറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും അത് ബാക്കിയുള്ളതിനെ അത്ര പെട്ടെന്ന് ബാധിക്കത്തില്ല. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു നിർമ്മാണ രീതി കൊണ്ട് തന്നെ ആയുസ്സും അല്പം കൂടുതലായിരിക്കും. ഇനി ഇത്തരം ബാറ്ററികളുടെ പെർ സെല്ല് വോൾട്ടേജ് നോക്കുവാണെങ്കിൽ 2 വോൾട്ടാണ്. ഇതിൽ ചാർജിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2.4 അപ്പോൾ അതുകൊണ്ട് തന്നെ 2 × 6 കമ്പാർട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ 6 2 12 വോൾട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ചാർജിങ് വോൾട്ടേജ് നോക്കുവാണെങ്കിൽ 2.4 × 6 അത് നമുക്ക് 14.4 കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് SMF എന്ന് പറയുന്നത്, അതായത് സീൽഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററികൾ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം നോക്കുവാണെങ്കിൽ ഇത് തുറന്ന് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓട്ടോമൊബൈൽ രംഗത്തൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ട് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആണ്. ഇനി കുലുക്കി മറയ്ക്കുന്ന ഒരു അവസ്ഥയിലൊന്നും ഇതിനകത്തുനിന്ന് ഫ്ലൂയിഡ് പുറത്തു പോകത്തില്ല. പ്രത്യേക തരത്തിലുള്ള ജെല്ലാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് വളരെയധികം കുറവായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് വീണ്ടും നിറയ്ക്കാനൊക്കെ പറ്റത്തില്ല എന്ന് തന്നെ പറയാം. അപ്പം ഇത് കേടായി കഴിഞ്ഞാൽ ഒരു ഓപ്ഷനില്ല. മറ്റേത് നമുക്ക് ഒരു അല്പമെങ്കിലും കുറച്ച് ഈ പറയുന്ന ആസിഡൊക്കെ റീഫിൽ ചെയ്തും കുറച്ച് അത്യാവശ്യം തക്കടയുടെ പരിപാടികളൊക്കെ ചെയ്താൽ ആയുസ് ഒരു അല്പമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇനി നമ്മുടെ ലിഥിയം ബേസ് ചെയ്തിട്ടുള്ള ബാറ്ററികൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ്ങും കെമിസ്ട്രി എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ ലെഡ് യൂസ് ചെയ്യുന്നില്ല, പകരം ലിഥിയവും ഗ്രാഫൈനും ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഇതിൻ്റെ എനർജി ഡെൻസിറ്റി നോക്കുവാണെങ്കിൽ ഒരു സാധാരണ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയോ അല്ലെങ്കിൽ ട്യൂബുലാർ ബാറ്ററി അതിനെക്കാട്ടിലൊക്കെ വളരെ 10 മടങ്ങ് എനർജി ഡെൻസിറ്റി ഈ ഒരു ലിഥിയം ടൈപ്പ് ബാറ്ററിക്കുണ്ട്. അതായത് കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ പവർ, കൂടുതൽ സമയം കൊടുക്കാൻ ഇതിന് സാധ്യമാണ്. ഇതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും 3 ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്: ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം പോളിമർ ബാറ്ററി, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ലിഥിയം അയൺ ബാറ്ററികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പവർ ബാങ്കുകൾ, മൊബൈൽ ഫോണുകൾ, പോർട്ടബിൾ ഗാഡ്ജറ്റ്, ഇതിനകത്തെല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എനർജി ഡെൻസിറ്റി വളരെയധികം കൂടുതലാണ്. കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ കൂടുതൽ എനർജി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ വെയിറ്റ് ഒരല്പം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ കുറച്ചും കൂടെ ഒന്ന് മറികടക്കാൻ വേണ്ടിയാണ് ലിഥിയം പോളിമർ ടൈപ്പ് ബാറ്ററികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലിഥിയം പോളിമർ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. പ്രത്യേകിച്ച് ഡ്രോണുകൾ പോലത്തുള്ള ആപ്ലിക്കേഷനകത്ത് നല്ല എനർജി ഡെൻസിറ്റിയും വേണം, എന്നാൽ വെയിറ്റ് വളരെയധികം കുറവായിരിക്കണം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഈ 2 ബാറ്ററിയുടെയും പൊട്ടൻഷ്യൽ നോക്കുവാണെങ്കിൽ 3.7 വോൾട്ടാണ്. അതുപോലെ ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 4.2 വോൾട്ടാണ്.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ നേരിട്ട് മറ്റേ ലെഡ് ആസിഡ് ബാറ്ററികൾ ചാർജ് ചെയ്യുന്ന പോലെ ഒരു വോൾട്ടേജ് അങ്ങ് കൊടുക്കാൻ പാടില്ല. ഇത് പ്രത്യേകമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. സെൽ ബാലൻസിങ് കൃത്യമായിട്ട് എല്ലാ സെല്ലുകളും ഈക്വലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിലുപയോഗിക്കുന്ന ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ BMS സർക്യൂട്ടറികൾ തീർച്ചയായിട്ടും അവിടെ അനിവാര്യമാണ്. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഇതൊന്നും വേണ്ട. അപ്പോൾ അതാണ് ഇതിനെ ഒരല്പം കോസ്റ്റ്ലി ആക്കുന്നത്. ഇനി ലിഥിയം അയൺ ബാറ്ററി ആണെങ്കിലും ലിഥിയം പോളിമർ ബാറ്ററി ആണെങ്കിലും വളരെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യണം. പ്രത്യേകിച്ച് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള കട്ടിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചതവോ വന്നു കഴിഞ്ഞാൽ അത് വീർത്ത് വരാനും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട്, ഇതിങ്ങനെ വീർത്ത് വന്നിട്ട് ഒരു സെറ്റിപ്പം വെച്ച് കുത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. അപ്പം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഗ്യാസസ് അതിൽ ഫോം ചെയ്യും. ഓവർ ചാർജിങ്ങോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡാമേജോ വന്നു കഴിഞ്ഞാൽ, അതായത് എക്സ്ട്രീമായിട്ട് നമ്മൾ ഇത് കെയർഫുള്ളായിട്ട് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ കെയർ ചെയ്യണം. എന്നാൽ ലിഥിയം ബാറ്ററി ടെക്നോളജി ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഒത്തിരി റിസർച്ചുകൾ ഇതിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ, അതുപോലെ സോഡിയം അയൺ ബാറ്ററികൾ, ഇതൊക്കെ നല്ല രീതിയിലുള്ള സേഫ്റ്റി ഉറപ്പ് തരുന്ന ബാറ്ററികളാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്, കൂടുതൽ എനർജി ഡെൻസിറ്റി ഉണ്ട്. അതുപോലെ 10,000 സൈക്കിള് നമുക്കിത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കമ്പനികളും 5 വർഷം വരെ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇത് പ്രചാരത്തിൽ വന്നിട്ട് അധികം വർഷം ആവാത്തതുകൊണ്ടും ഏകദേശം 2022-2023 ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് പതുക്കെ നമുക്ക് ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു ടെക്നോളജി നല്ലൊരു അനുഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ച് ബാറ്ററി ഇൻഡസ്ട്രീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സേഫ്റ്റി. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററിയെക്കാട്ടിലും ലിഥിയം പോളിമർ ബാറ്ററിയെക്കാട്ടിലും ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികൾ വളരെയധികം സേഫാണെന്ന് നമുക്ക് പറയാം. കാരണം അങ്ങനെ പെട്ടെന്ന് ബൾജ് ചെയ്ത് പൊട്ടാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ചെറിയൊരു ഡാമേജ് സംഭവിച്ചെങ്കിൽ പോലും വലിയ രീതിയിലുള്ള എക്സ്പ്ലോഷനൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിനകത്തൊക്കെ സർക്യൂട്ടറി അത്രമേൽ ഇത് കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. സെൽ ബാലൻസിങ്, അതുപോലെ കൃത്യമായിട്ട് ആ സെല്ലിൻ്റെ വോൾട്ടേജ് ലെവൽ, ഇതിൻ്റെ ചാർജിങ് സിസ്റ്റം. ആ ചാർജിങ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പണ്ടത്തെ ലെഡ് ആസിഡ് ബാറ്ററിയോ ട്യൂബുലർ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ മണിക്കൂറുകൾ ഒരു 8, 10, 12 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് അത് ഫുൾ ചാർജ് ആകുന്നത്. എന്നാൽ ഇത് ഫാസ്റ്റ് ചാർജിങ് മോഡിലൊക്കെ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പവർ കട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞ സമയത്തേക്ക് കറണ്ട് വന്നിട്ടുള്ളെങ്കിലും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റുള്ള കാര്യമാണ് ഇത്തരം ന്യൂ ജനറേഷൻ ഇൻവെർട്ടറുകളിലെ ബാറ്ററിക്ക്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നാൻ ഇടയുള്ളത്. നമ്മുടെ പണ്ടത്തെ ഈ പറയുന്ന ട്യൂബുലർ ബാറ്ററിയുടെയോ ലെഡ് ആസിഡ് ബാറ്ററിയുടെയോ ഇൻവേർട്ടറിൽ നമ്മൾ ഈ പറയുന്ന ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിക്കാമെന്നുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഈ ഒരു ബാറ്ററിയുടെ കെമിസ്ട്രി അല്ല ഈ പറയുന്ന ലെഡ് ആസിഡിൻ്റെ. ഇതിന് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് കറണ്ട് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള സർക്യൂട്ടുകൾ വഴി മാത്രമേ അത് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പതുക്കെ വിപണി പിടിച്ച് കയറി വരുന്ന ഒരു സാധനമാണ് സോഡിയം അയൺ ബാറ്ററികൾ. ഇതിനെക്കാട്ടിലൊക്കെ വളരെ എനർജി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെയുള്ള റിസർച്ചുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ വിപണിയിൽ എത്തിയിട്ട് അധികം നാൾ ആവാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതൊക്കെ എടുക്കാനൊരു ഭയം. എന്തായാലും ഞാൻ ഈ ലെഡ് ആസിഡും ട്യൂബുലറും ഈ പറയുന്ന ലിഥിയം ഫോസ്ഫേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് തന്നെയാണ് ഉള്ളതിൽ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ചാർജിങ് സൈക്കിൾ നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ലോഡ് എടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് അതിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇനി കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ബാറ്ററിയൊക്കെ ഡെഡായി കഴിയുമ്പം കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ പണ്ടത്തെ നമ്മുടെ ഈ ട്യൂബുലർ ബാറ്ററിയോ ലെഡ് ആസിഡോ ആണെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ കാര്യം അറിയത്തില്ല. ഇതിനി ആ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴേ അത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യമായിട്ടൊരു ഇൻവെർട്ടർ വേണം. പക്ഷേ അധികം ബഡ്ജറ്റ് നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ട്യൂബുലർ ബാറ്ററി തന്നെയായിരിക്കും ബെറ്റർ. ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, ഇതുപോലെ ബാറ്ററി വെക്കാനോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും സമയമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ യൂസ് ചെയ്യണം, അത്യാവശ്യം പെട്ടെന്ന് കറണ്ട് പോകാൻ വരുന്ന ഒരു സ്ഥലമാണ്, പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റിലേക്ക് പോകുന്നതാണ് ഉത്തമം. ഇനി നിങ്ങളൊരു ഇൻവെർട്ടർ വാങ്ങുവാണെങ്കിൽ എത്ര കപ്പാസിറ്റി ഉള്ളത് മേടിക്കണം, എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 9 വാട്ടിൻ്റെ 5 LED ഉണ്ട്. അതുപോലെ BLDC ഫാൻ 2 ഉണ്ട്. 32 ഇഞ്ചിൻ്റെ TV 1, ലാപ്ടോപ്പ് ചാർജർ 1, പിന്നെ മൊബൈൽ ചാർജർ, ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക. ഹെവി ലോഡ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ലോഡിൻ്റെ നമ്പർ ഇൻറ്റു അതിൻ്റെ വാട്ട്സ്, എത്ര പവറുണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 235 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിനെ 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ ഒരു ഡിവൈസ് നമുക്ക് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോൾ, അതായത് ഇനിഷ്യലി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ ലോഡ് വലിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു 1.3 മടങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഏകദേശം 306 വാട്ട്സ്.
ഇനി നമ്മളിതിനെ VA റേഞ്ചിലേക്ക്, വോൾട്ടേജ് ആംപിയർ റേഞ്ചിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിനെ 0.8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 382. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 600 VA ഇൻവേർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ലോഡുകൾ റൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 150 AH ബാറ്ററി ആണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ ഒരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ലോഡുകൾ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാറ്ററിയുടെ ആംപിയർ ഹവർ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പവറല്ല കൂടുന്നത്, ഇതിൻ്റെ ബാക്കപ്പ് ടൈമാണ് കൂടുന്നത്. ആ ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയുടെ ആയുസ് കൂട്ടാൻ ചില ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ UPS അല്ലെങ്കിൽ വൈഡ് UPS എന്നുള്ള മോഡിൽ വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ലോഡില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വൈഡ് UPS തന്നെ ഇടാൻ ശ്രമിക്കുക. കാരണം അടിക്കടി ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ പോലും ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്ററിയിൽ ബാക്കപ്പിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോണം. ഇനി നമ്മൾ ട്യൂബുലർ ബാറ്ററി യൂസ് ചെയ്യുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ മാസം ഇൻസ്പെക്ഷൻ നടത്തുക. അതായത് ഈ പറയുന്ന ഈ ആ ലെവൽ നോക്കുക. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് കൊണ്ട് നമുക്ക് 5 വർഷമോ അതിന് മുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ഇൻവേർട്ടറോ UPS എന്ത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ റെക്കമെൻഡഡ് ലോഡിൻ്റെ മുകളിൽ യാതൊരു കാരണവശാലും കൊടുക്കാതിരിക്കുക. ഇപ്പോൾ പലരും തേപ്പൊട്ടി അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടെങ്കിലും പ്രവർത്തിപ്പിക്കാൻ നോക്കും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാറ്ററിയിൽ നിന്നുള്ള സർജ് ഡിമാൻഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാറ്ററിക്ക് അത്ര നല്ല ഹെൽത്തി അല്ല. അതുപോലെ ഇതിനകത്ത് ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ കോയിലൊക്കെ ഉരുകി പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ കൺവെൻഷനായിട്ടുള്ള ലെഡ് ആസിഡ് ട്യൂബുലർ ബാറ്ററികളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ ഈ പറയുന്ന പോലെ അഴുക്കുകൾ അടിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വാക്സ് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ഇൻവേർട്ടർ ആണെങ്കിലും UPS ആണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് ടെക്നോളജി ആയിക്കോട്ടെ, നല്ല വെന്റിലേഷനുള്ള സ്ഥലത്ത് തന്നെ ഇത് സ്ഥാപിക്കുക. അധികം ചൂട് തട്ടാത്ത സ്ഥലമായിരിക്കണം. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്ന് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം അറിവുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോകൾ കാണാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.